ഹലോ ഗൈസ്, എൻ്റെ പേര് ഇച്ചു. എൻ്റെ ശരിക്കുള്ള പേര് ഇടൽനാണ്. എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നതാണ് ഇച്ചു എന്ന്. എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുറേ വികൃതികളും ഒക്കെ നിറഞ്ഞ ചാനലാണ് കേട്ടോ ഇത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വക ഒരു വലിയ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. സാധാരണ ആണെങ്കിൽ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആവും. ഇന്നാണെങ്കിൽ അമ്മ ഫോണും കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വന്ന് ആ ലൈറ്റ് അടിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു, എന്നാലും കുഴപ്പമില്ല, എൻ്റെ അമ്മയല്ലേ, ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഉണർന്ന പാടെ അമ്മ എനിക്ക് ബ്രഷൊക്കെ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഒക്കെ തന്നിട്ട് അമ്മ എന്നെ വേഗം പോയി കുളിപ്പിച്ചു. ഇനി അടുത്തത് എൻ്റെ ഒരുക്കമാണ് കേട്ടോ. എന്നെ ഒരുക്കാൻ അമ്മ കുറച്ച് കഷ്ടപ്പെടും, കാരണം ഞാൻ കുറച്ച് നോട്ടി ഗേളാണ്. പിന്നെ ഒരു വിധത്തിൽ അമ്മ എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് തന്നേ. പിന്നെ അമ്മ നോക്കുന്നത് എൻ്റെ തലയിൽ രാസനാദിപ്പൊടി ഇടാനാ. രാസനാദിപ്പൊടി ഇട്ടില്ലെങ്കിൽ എനിക്ക് ജലദോഷം വരും, അത് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ രാസനാദിപ്പൊടി ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു വിധത്തിലും അടങ്ങുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ഒരു വ്യായാമമാണ് എൻ്റെ ഈ ഓട്ടവും കളിയും ഒക്കെ. രാവിലെ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്താലല്ലേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിക്കളിക്കുന്നത്. അത് അമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ രാവിലെ തന്നെ എനിക്ക് കഴിക്കാനുള്ള വിറ്റമിൻ സി മരുന്നാണ് അമ്മ ഈ തരുന്നത്. നമ്മളെ ഈ കുഞ്ഞു പിള്ളേർക്ക് വിറ്റമിൻ സി ഒന്നും അധികം കിട്ടില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി ഡോക്ടർമാർ തരുന്നതാണ് ഈ ഒരു ടോണിക്. എനിക്ക് ഈ മരുന്ന് പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി 10 പേര് കാണുമ്പോൾ ഞാൻ സുന്ദരിയാന്ന് പറയണ്ടേ, അതിനു വേണ്ടി അമ്മ എനിക്ക് 2 പൊട്ടൊക്കെ കുത്തി തരുക. എനിക്ക് ഒരുങ്ങുന്നതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ ഓവറായിട്ട് എന്നെ ഒരുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിന്ന് കൊടുക്കത്തില്ല. അയ്യോ, ഞാനാണെങ്കിലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ആ വീഡിയോ ആണെങ്കിൽ ഈ അമ്മ എടുത്തുമില്ലെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ഏതായാലും എൻ്റെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏതായാലും ഞാൻ പോകുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.